ഇതൊരു സംഭവം, ഒന്നൊന്നര സംഭവം. മുടി വെട്ടി. ആരുടേത്? മണവാളൻ്റേത്. ഇത് മണവാളനല്ല. പിന്നെ ഏത് മണവാളൻ? ഈ മണവാളനോ? അല്ല, ഈ മണവാളൻ. 1.44 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള മണവാളൻ. ഈ മയില് പോലെ പീലി വിടർത്തിയ പോലെ മുടിയുള്ള മണവാളൻ. അയാളുടെ മുടി വെട്ടിയതാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം. ആലോചിച്ച് നോക്കണേ കേരളത്തിൻ്റെ ഒരു പോക്ക്. കേരളവർമ്മ കോളേജിനരികത്ത് 2 കുട്ടികളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയതിനാണ് മണവാളിനെ പോലീസ് കൊണ്ടുപോയത്. ഒളിവിലായിരുന്നു ഇദ്ദേഹം കുറച്ച് കാലം, പക്ഷെ കൊണ്ടുപോയി. പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷന് മുന്നിലും വലിയ രീതിയിലുള്ള ഷോ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഷോ നടത്തി ആളുകളുടെ മുന്നിൽ ചിരിച്ച് കളിച്ച് അമ്മാനമാടി അവിടെ എന്തും ചെയ്യാമെന്നുള്ള ധാരണയിൽ ഇറങ്ങി നടന്നു. ഇത്രയും മില്യൺ ഫോളോവേഴ്സുള്ള ആളുകളെല്ലാവരും കൂടി അവൻ്റെ പുറകെ കൊടിയും പിടിച്ച് വരുമെന്നുള്ള ധാരണയാണോ ചിന്തയാണോ എന്നറിയില്ല. ജയിലിനകത്തേക്ക് കയറും വരെ ചിരിച്ചു കൊണ്ടിരുന്ന മണവാളൻ ഇപ്പോൾ മാനസിക അസ്വസ്ഥതയാണ്. എന്താണ് മാനസിക അസ്വസ്ഥത? മുടി മുറിച്ച് കളഞ്ഞതാണ് മാനസിക അസ്വസ്ഥത. ഈ മണവാളൻ്റെ മുടി മുറിച്ച ന്യൂസ് വന്നപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വന്ന കമൻ്റാണ്, ഞങ്ങളുടെ മണവാളൻ്റെ മുടി മുറിച്ചല്ലോ, എന്ത് ബോച്ചയെ ജയിലിൽ കൊണ്ടുപോയപ്പോൾ ബോച്ചയുടെ മുടി മുറിക്കാഞ്ഞത് എന്ന്. അവരുടെ പ്രശ്നം മുടി മുറിച്ചതാണ്, അല്ലാതെ ഇവരൊന്നും ചെയ്ത തെറ്റല്ല അവരുടെ പ്രശ്നം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ചിന്തകൾ. ഇങ്ങനെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള, പ്രഗത്ഭരായിട്ടുള്ള, പ്രശസ്തരായിട്ടുള്ള ആളുകൾക്ക് എന്ത് തോന്നിയവാസവും ചെയ്യാൻ പറ്റും എന്നുള്ളതാണോ ഇന്ന് ഈ കേരളത്തിലെ സ്ഥിതി? ചിരിക്കുക, കളിക്കുക, അമ്മാനമാടുക, നടക്കുക, എന്തും ചെയ്യുക, എന്ത് തോന്നിവാസവും കാണിക്കുക. ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ വന്നിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം, ആളുകളെ പറ്റിപ്പിക്കുന്ന, കബളിപ്പിക്കുന്ന രീതിയിലുള്ള പ്രാങ്ക് വീഡിയോസാണ് ചെയ്തിരുന്നത്. ആളുകൾ തുടക്ക കാലഘട്ടത്തിൽ അത് എൻജോയ് ചെയ്തിരുന്നു, നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എൻജോയ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആളുകളെ രസിപ്പിക്കാനും ചിന്തിപ്പിക്കാനും അവരെ കൂടുതൽ തങ്ങളിലേക്ക് അടുപ്പിക്കുവാനും വേണ്ടി എന്ത് തോന്നിവാസവും ഇവർക്കൊക്കെ കാണിക്കാം എന്നുള്ള നിലയിലേക്ക് വളർന്നോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ആലോചിച്ച് നോക്കണം. 2 കുട്ടികളെ വണ്ടി ഇടിപ്പിച്ച ഈ വ്യക്തിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറയുകയാണ്, ഞാൻ ഒളിച്ചിരുന്നതല്ല, ഞാൻ കൊടകിലേക്ക് ട്രിപ്പ് പോയതാണെന്ന്. ആലോചിച്ച് കൂടെയുള്ള ആളുകളൊക്കെ പോലീസ് പിടിച്ചിട്ടുണ്ട്, ഇയാളെ മാത്രം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇയാൾ കൊടുത്ത മറുപടി കുടകിലേക്ക് ട്രിപ്പ് പോയതാണ് എന്ന്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഈ ഒരു മണവാളൻ ഇപ്പോൾ എവിടെയാണ്? മണവാളൻ മണിയറയിലല്ല, മണവാളൻ ജയിലറയിലാണ്. ചില സോഷ്യൽ മീഡിയയിൽ കടന്ന് വിരകുന്ന ആളുകളുടെ ഒരു പൊതു സ്വഭാവമാണ് അവരുടെ ഫോളോവേഴ്സിനെയും അവരുടെ വ്യൂവേഴ്സിനെയും അവരുടെ സബ്സ്ക്രൈബേഴ്സിനെയും ഒക്കെ നിലനിർത്തുവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത്. ഷോർട്സുകളുടെയും റീൽസുകളുടെയും പിറകെ സഞ്ചരിച്ച് റീൽസും ഷോർട്സും ചെയ്ത് തലയ്ക്കകത്ത് ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ റീൽസ് ഷോർട്സ് വീഡിയോസ് എന്നുള്ള ചിന്താഗതിയുള്ള ഇവൻ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൻ്റെ തൊട്ട് മുമ്പിലെത്തിയപ്പോഴും അവിടെ നിന്നും എന്ത് ചെയ്യുകയാണ്? റീൽസും ഷോർട്സും എടുക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവൻ്റെ ഈ യൂട്യൂബിൽ വരുന്ന കണ്ടന്റൊക്കെ കിടക്കുന്ന ഇവൻ്റെ മുടിയിലാണോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട മണവാള, മുടിയില്ലാത്ത ആളുകളാണ് ഇവിടെ ഏറ്റവും വലിയ ജീനിയസ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ആ മുടി പോയത് കൊണ്ട് തലയ്ക്ക് കുറച്ച് കാറ്റ് കിട്ടട്ടെ. ഇതുവരെ തലയിലുണ്ടായിരുന്ന ഭാരമൊക്കെ ഇറങ്ങിപ്പോകട്ടെ. ഇതുവരെ താൻ വലിയവനാണെന്ന് ചിന്തിച്ചു വെച്ചിരുന്ന ആ അഹങ്കാരവും ആ ഒരു ജാടയും അത്തരത്തിലുള്ള ചിന്താഗതികളും താൻ എന്ന ആ ഒരു ബോധവും അല്ലെങ്കിൽ ഞാൻ എന്ന ആ അഹങ്കാരവും ഒക്കെ ഒന്ന് തണുത്ത കാറ്റ് ആ തലയിലേക്ക് കയറി ഇല്ലാതാവട്ടെ. ഒരുപക്ഷെ ശരിക്കും മുടി മുറിച്ചത് കൊണ്ടുള്ള മാനസികാസ്വസ്ഥത തന്നെയാണോ, അതോ ജയിലിനകത്ത് നിന്ന് പുറത്ത് കടന്നിട്ട് സ്വതന്ത്രമായി കുറച്ചുകൂടി സ്വൈര്യമായിട്ട് നിൽക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു അസ്വസ്ഥത കാണിച്ച് മാനസികാരോഗ്യ കേന്ദ്രം പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി പരിഗണനയോടുകൂടി നിൽക്കാമെന്നുള്ള ധാരണയാണോ, അതോ ഇപ്പോൾ കുറച്ച് അല്പസമയം മുമ്പ് സ്വയംബോധമെല്ലാം തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇപ്പോൾ ജയിലിനകത്താണ് എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഉണ്ടായ മാനസിക അസ്വസ്ഥതയാണോ,
എന്താണെന്നറിയില്ല. എന്തായാലും ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് മണവാളൻ്റെ മാനസിക അസ്വസ്ഥത തന്നെയാണ്. MMA സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ വിന്നറായിരുന്നു ഈ മണവാളൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആയതുകൊണ്ട് മണവാളൻ നല്ലൊരു യൂട്യൂബർ ആണെങ്കിൽ, മണവാളൻ നല്ലൊരു കായിക അഭ്യാസിയാണെങ്കിൽ, ശരിയായ രീതിയിൽ അതിൻ്റേതായ മാന്യതയിൽ ആളുകളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നല്ല വീഡിയോസുമായിട്ട് ഇനി ഒരു തിരിച്ചുവരവുണ്ടാകുമ്പോൾ, ഈ ഒരു കേസിൽ കാലാകാലം മരണം വരെ ജയിൽ കിടക്കണമെന്നൊന്നുമില്ലല്ലോ, ഇതിൽ നിന്നൊരു തിരിച്ചുവരവുണ്ടാകുമല്ലോ. ആ തിരിച്ചുവരവുണ്ടാകുമ്പോൾ മണവാളൻ ഇനി ചെയ്യേണ്ടത് നല്ല കാര്യങ്ങളിൽ അകപ്പെടുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല വീഡിയോസുകൾ നിർമ്മിക്കുക, മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മുടിയിലല്ല കാര്യം, തലയിലാണ് കാര്യം എന്ന് ഒരു തവണയെങ്കിലും ചിന്തിക്കുക.